ഒരു 2-day ട്രിപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാലിക്കറ്റിലേക്ക് പോവാണ്. സ്റ്റേഷനിലെത്തിട്ടോ. സ്റ്റേഷനിൽ നിന്ന് ഫുഡ് കഴിക്കുക. അപ്പം കടലക്കറിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വന്ദേ ഭാരത് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഞാൻ വരുന്നു വന്ദേ ഭാരത്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വന്ദേ ഭാരതിൽ കയറി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ. അവിടെ അപ്പവും കടലുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനത് കൊടുത്തു. അപ്പോൾ അവിടെ ചേട്ടനെയും അനിയത്തെയും കുഞ്ഞിനെ കളിക്കാൻ കിട്ടി കേട്ടോ. അത് നല്ല കൂട്ടായിരുന്നു, നല്ല കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ റാവേസ് റിസോർട്ടിലെത്തി. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. ഫാമിലിയായിട്ടൊക്കെ ഒരു 1 or 2 days വന്ന് താമസിക്കാൻ പറ്റിയ സ്ഥലം. ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങൾ സ്റ്റാൻഡേർഡ് റൂമാണ് എടുത്തത് കേട്ടോ. അതിൽ കൂടിയതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളതൊന്നും എടുത്തില്ല. അങ്ങനെ വീരോട്ടിന് എണീറ്റു. നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ട് എണീറ്റതാ. അപ്പം മുതൽ ലൈറ്റ്, ഫാൻ എല്ലാത്തിനും പേര് കൊണ്ടിരിക്കുകയാണ്. പുറത്തേക്കുള്ള വ്യൂ ഇതാണ്. അടുത്ത് ഞങ്ങൾ പൂളിൽ ഇറങ്ങാൻ പോവാം. സെപ്പറേറ്റ് ആയിട്ട് കിഡ്സ് പൂളുണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കുഞ്ഞുങ്ങളെ ഇറക്കാം. കുട്ടികൾക്കും നമ്മൾ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും കേട്ടോ ഇത്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. അവരെ നമുക്ക് ഇങ്ങനെ അയച്ചിടാം. അവർക്കും ഇഷ്ടമാവും, നമുക്കും നല്ല റിലാക്സ് ആയിട്ടിരിക്കാനൊക്കെ ഭയങ്കര നല്ലൊരു സ്ഥലമാണ്. ഇവിടെ പോകുന്ന തെങ്ങ് കയറാൻ പോവാണോ? തേങ്ങ എന്തി എവിടെയാണോ തേങ്ങ? ഹായ്, വീഴും അച്ഛൻ പോയി. ओ सजनी रे कैसे कटे दिन रात, कैसे मिले तेरे साथ, तेरी याद सतावे रे. പാട് പാടച്ചാ ഒന്നുകൂടെ പാടും. കുഞ്ഞിൻ്റെ നോസ് എന്തിയേ? കുഞ്ഞിൻ്റെ ഐസ് എന്തിയേ? കുഞ്ഞിൻ്റെ ഹെഡ് എന്തിയേ? ഹെഡ് കുഞ്ഞിൻ്റെ നെക്ക് എന്തിയേ? വാവ്. കുഞ്ഞിൻ്റെ ഇയർ എന്തിയേ? കുഞ്ഞിൻ്റെ ലിപ്പ് എവിടെ? ഓക്കെ. കുഞ്ഞിൻ്റെ ഹെയർ എവിടെ? കുഞ്ഞിൻ്റെ ടീ. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചധികം നേരം ഞങ്ങൾ അവിടെ റിലാക്സ് ചെയ്തു. നല്ല രസമായിരുന്നു. നല്ല കാം, കൂൾ, നല്ലൊരു അറ്റ്മോസ്ഫിയർ. ചടക്കോ
നെക്സ്റ്റ് ഞങ്ങൾ പോയത് പാരഗൺ റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു, പക്ഷെ ബിരിയാണി സൂപ്പർ. പിന്നെ ഞങ്ങൾ വീണ്ടും ബീച്ചിലോട്ട് പോയി. അവിടുത്തെ സീനറീസും എല്ലാം ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിരുന്നൊരു യാത്രയായിരുന്നു ഈ കോഴിക്കോട് ബീച്ച് യാത്ര. അത് നല്ലതായിട്ട് എൻജോയ് ചെയ്തു. നെക്സ്റ്റ് ഞങ്ങൾ വന്നത് മിഠായി തെരുവിലോട്ടാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു കേട്ടോ. പിറ്റേന്ന് പെരുന്നാളായിരുന്നു, അതുകൊണ്ട് ഇത്രയും തിരക്കായത്. ഇതോടെ ഞങ്ങളുടെ കോഴിക്കോട് യാത്ര കഴിഞ്ഞ് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോവാണ്. ബൈ ബൈ.